എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെന്റിക്കോസ്റ്റൽ ഹിസ്റ്ററി എന്ന ഈ ചാനൽ ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഈ പാസ്റ്ററെ പരിചയപ്പെടുത്താൻ കാരണം എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. കാരണം ഇതാണ്: കഴിഞ്ഞ 55 വർഷങ്ങൾ സുവിശേഷ വയലിൽ പ്രവർത്തിച്ചു. എന്നിട്ടും സ്വസ്ഥമായി ഇരുന്നില്ല. അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അഡോണായി എന്ന സുവിശേഷ സംഘടനയുമായി കേരളം മുഴുവൻ ചുറ്റുകയാണ്. ഈ സംഘടനയുടെ പരസ്യയോഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. 100ഓളം പേരുടെ പങ്കാളിത്തം, സമീപ വീടുകളിലെല്ലാം ട്രാക്റ്റ് വിതരണം. അങ്ങനെ പരസ്യയോഗം എന്നത് ഒരാഘോഷമാക്കിയ അഡോണായിയും പാസ്റ്റർ ടി എം തോമസ് കുട്ടിയും. മന്ത്രിയായിരുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുവാനോ കഴിയാത്തവരും മാനവജാതിയെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ തത്വയുക്ത പിതാവാം ദൈവ സാന്നിധ്യത്തിൽ അഡോണായി ഗോസ്പൽ മിനിസ്ട്രിയിലെ ശക്തന്മാരായ ദൈവഭൃത്യന്മാർ ദൈവമക്കളുടെയും സാന്നിധ്യത്തിൽ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയായ വണ്ടിപ്പെരിയാറിൽ ജനനം. തിരുവല്ല ഷാരോൻ ബൈബിൾ കോളേജിൽ വേദപഠനം. പിന്നീട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ വിവിധ സഭകളിൽ ശുശ്രൂഷകൻ. ഒടുവിൽ ഡിസ്ട്രിക്ട് പാസ്റ്ററായി വിരമിച്ചു. 10ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിൽ കർത്താവ് എന്നെ നിറച്ചു. 15ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പോയി. 17ാമത്തെ വയസ്സിൽ ശുശ്രൂഷയിൽ വെച്ചു. ചിറക്കടുത്ത് കുന്നമെന്ന സ്ഥലത്ത് ശുശ്രൂഷയിലാകുവാൻ ദൈവം സഹായിച്ചു. അവിടെ ഒരു വീടേ ഉള്ളായിരുന്നു. കൃപയാൽ പോരുമ്പോൾ 120 വീട് 3 വർഷം കൊണ്ട് 120 വ്യക്തികളെ, വിശ്വാസികളെ ദൈവം നൽകി. കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കർണാടകത്തിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് പിറവം, പത്തനാപുരം, തുവയൂർ, അങ്ങനെ പോകുന്നു പാസ്റ്റർ ടി എം തോമസ് കുട്ടി ശുശ്രൂഷിച്ച സഭകളുടെ ലിസ്റ്റ്. ഒരു സംഭവ കഥ പറയാം. പാസ്റ്റർ ടി എം തോമസ് കുട്ടി ശുശ്രൂഷകനായി എത്തിയ ഒരു സഭയിൽ വെച്ച് അദ്ദേഹത്തിന് ഗൾഫിൽ പോകാൻ ഒരു ക്ഷണം ലഭിച്ചു. ഗൾഫിൽ ആദ്യമായിട്ട് പോയി. 15 ദിവസം കൊണ്ട് അനേക നന്മകൾ ലഭിക്കാനിടയായി. ഞങ്ങൾക്ക് അന്ന് സൗജന്യമായി പ്രസൻറ്റേഷൻ കിട്ടിയ വിലപിടിപ്പുള്ള അനേക സാധനങ്ങൾ ഞങ്ങളൊരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ ഓട് പൊളിച്ച് ഇറങ്ങി ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വിലപിടിപ്പുള്ളതെല്ലാം കള്ളൻ കൊണ്ടുപോകാനിടയായി. ഞാൻ 5 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒന്നുകിൽ കള്ളൻ രക്ഷിക്കപ്പെടണം, ഇല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5ാമത്തെ ദിവസം വിശ്വാസികൾ രാത്രി ഹോളി വന്ന് കിടക്കുമായിരുന്നു. നേരം വെളുത്ത് 5 മണിക്ക് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ വലിയൊരു കെട്ട് രാത്രി കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. കള്ളൻ കൊണ്ടുപോയ സാധനങ്ങൾ വരെ ദൈവകൃപയാൽ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ച് കിട്ടുവാനിടയായി. തുടർന്ന് ചില നാളുകൾ കഴിഞ്ഞ് സഭയിലെ ആ ആള് കടന്നു വരികയും ഞാനാണ് തോമസ് കുട്ടി പാസ്റ്ററുടെ സാധനം കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലാകുവാനിടയായി. വളരെ സന്തോഷം അനുഭവിച്ച ദിവസങ്ങളായിരുന്നത്. അഡോണായി ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന സംഘടന എന്ന് ആരംഭിച്ചു? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇത്രയും ആളുകളുടെ പങ്കാളിത്തം എങ്ങനെ കിട്ടി? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള പാസ്റ്ററുടെ മറുപടി. 20 വർഷം മുമ്പ് ഞങ്ങൾ 7 പേര് കൂടി ആരംഭിച്ച ഒരു മിനിസ്ട്രിയാണ് അഡോണായി ഗോസ്പൽ മിനിസ്ട്രി. അത് ആരും വിളിക്കാതെ തന്നെ ആളുകൾ ചേർന്ന് വന്ന് 250 പേരോളം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമായി പ്രവർത്തിപ്പാനിടയായി. കൊറോണ കാലത്ത് അത് സൂമിൽ കൂടി നടത്തിക്കൊണ്ടിരുന്നു. ആരാധനകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു. തുടർന്ന് കൊറോണ കാലത്തിന് ശേഷം ഞങ്ങൾ അത് 5 പേര് കൂടി വീണ്ടും പത്തനാപുരം കേന്ദ്രമാക്കി പ്രവർത്തിപ്പാനിടയായി. നേരത്തെ പാമ്പാടി കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അനേക
കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. എൻ്റെ താഴ്ചകളെ ഉയർച്ചകളായി, പരാജയങ്ങളെ ജയങ്ങളായി, അപമാനങ്ങളെ മാനമായി, ബലഹീനതകളെ ബലമായി, സന്താപങ്ങളെ സന്തോഷമായി, വിലാപത്തെ നൃത്തമാക്കി ഈ 55 കൊല്ലമായി കർത്താവ് ജയോത്സവമായി നടത്തുന്നു. 20 കൊല്ലത്തിനിടയിൽ 13,000 പേര് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഈ അഡോണായി ഹോസ്പിറ്റൽ മിനിസ്ട്രി മുഖാന്തരം ഇവിടെയായി. അന്ന് ഞാൻ ചർച്ചകൂടിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിട്ട് പാമ്പാടിയിലിരിക്കുകയായിരുന്നു. തുടർന്ന് 65-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആകുവാനിടയായി. മനസ്സാരാഞ്ഞറിയുന്നതിന് ഒരു വ്യക്തിക്കും മന്ത്രിയായിരുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുവാനോ കഴിയാത്തതിനും മാനവജാതിയെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ പ്രസംഗിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ വീട് കയറുകയും സുവിശേഷം അറിയിക്കുകയും പ്രസംഗം തീരുമ്പോൾ മടങ്ങി വന്ന് വാഹനങ്ങൾ കയറുകയും ചെയ്യുന്നു. ഇന്നേക്ക് ഈ 20 കൊല്ലം കൊണ്ട് 2.5 കോടി രൂപ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പരസ്യോഗത്തിനായി വിവിധ നിലകളിൽ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. മിനി കൺവെൻഷനുകൾ, ഭവന സന്ദർശനങ്ങൾ, ട്രാക്ട് വിതരണങ്ങൾ, പരസ്യയോഗങ്ങൾ എല്ലാ ബുധനാഴ്ചയും ദൈവം അനുവദിക്കുന്ന അവസരങ്ങളിലൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഉപവാസ പ്രാർത്ഥനകൾ ഒക്കെ നടക്കുന്നു. ഈ മിനിസ്ട്രിയെ ഓർത്ത് എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ബുധനാഴ്ച തോറും നിങ്ങൾ വിളിക്കുന്ന സഭകളെ കേന്ദ്രമാക്കി കടന്നു വന്ന് പ്രവർത്തിക്കുന്നതാണ്. ദൈവം സഹായിക്കാതെ സുവിശേഷത്തെക്കുറിച്ച് പോകുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത്രയും പേര് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രതികൂലങ്ങളൊന്നും ആ നിലയിൽ ഉണ്ടായിട്ടില്ല. 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ഇരിങ്ങാലക്കുടയിൽ പരസ്യയോഗം നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സുവിശേഷ വിരോധികൾ എതിർപ്പറിയിച്ച് രംഗത്തെത്തി. തൊട്ടുപുറകെ ഒരു ജീപ്പ് പോലീസും സ്ഥലത്തെത്തി. പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തായിരുന്നു ആ ഒരു 13 വയസ്സുള്ള ചാമ്പതാൽ സഭയിലെ ഒരു മോള് മദ്യത്തിനെതിരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്നപ്പോൾ പോലീസ് നോക്കിയപ്പോൾ ആ മദ്യത്തിന് എതിരെ ഒരു കുഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ ലഹരിവിരുദ്ധ പ്രസംഗം കേട്ട് പോലീസ് മടങ്ങി. 6-7 മാസം മുമ്പ് ചെങ്ങറയിൽ, അതായത് ഞങ്ങളുടെ ഭവന സന്ദർശനത്തിന് പോയ 2 ദൈവദാസന്മാരെ ബന്ദികളാക്കി വെച്ചു. ഞാൻ പരസ്യവും വേറൊരു സ്ഥലത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഭവന സന്ദർശനം കയറിയാണ്. ഞാനും കൂടെ ചെന്നു. ഒടുവിൽ ഞങ്ങളെ കുറേ താക്കീതൊക്കെ നൽകി വിട്ടു. എങ്കിലും യേശുവിനെ ത്യജിച്ച് പറയാൻ പറഞ്ഞു ഒരാളിനോട്. ഉടനെ ആ സഹോദരൻ പറഞ്ഞു, ജീവൻ പോയാലും എൻ്റെ യേശുവിനെ ത്യജിച്ച് പറയുകയില്ല, ഞങ്ങളുടെ യേശു ജീവനുള്ള ദൈവമാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദൈവം സഹായിച്ചു. ആദ്യത്തെ പെന്തക്കോസ്ത് സഭയായ 116 കൊല്ലമായ തുവിയൂർ സഭയിൽ 2 പ്രാവശ്യം 5, 3, 8 കൊല്ലം 2 പ്രാവശ്യമായി ശുശ്രൂഷിക്കുവാനും അവിടെ നിന്ന് 2ാം പ്രാവശ്യം അവിടെ ഇരിക്കുമ്പോൾ റിട്ടയർഡ് ആകുവാനും ഇടയായി. ഇപ്പോൾ കൊറോണ കാലത്തിന് ശേഷം ഞങ്ങളിപ്പോൾ 100 പേരോളം അടങ്ങുന്ന അഡോണായി ഹോസ്പിറ്റൽ മിനിസ്ട്രി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ വിളിക്കുന്ന സഭകളെ കേന്ദ്രമാക്കി എല്ലാ ബുധനാഴ്ച തോറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
അനേക പ്രശ്നങ്ങളുള്ള സഭകളിലും ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനേകവിധമായ പോരാട്ടങ്ങൾ വിവിധ നിലകളിൽ അനുഭവിപ്പാനിടയായി. അനേക ആത്മാക്കളെ 43 പേരെ ഒന്നിച്ച് പത്തനാപുരത്തിരിക്കുമ്പോൾ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. നൂറുകണക്കിന് ആളുകളെ രക്ഷയിലേക്ക് നടത്തുവാനും 25 സഭകൾ ചർച്ചകോണിന് വേണ്ടി സ്ഥാപിക്കുവാനും കർത്താവ് ഇടയാക്കി. പുതിയതായിട്ട് അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വിവരിക്കാൻ പോയാൽ അതൊരു പുസ്തകം തന്നെ എഴുതേണ്ടതാണ്. ഞാൻ കുന്നത്തെ ഇരിക്കുന്ന കാലത്ത് ആദ്യമായി 17 വയസ്സുള്ളപ്പോൾ 1 or 2 വീടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ച രാത്രി 9 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ 30 പേര് കയറി വരുന്നതായിട്ട് ഞാനൊരു വെളിപ്പാട് കണ്ടു, ദർശനം കണ്ടു. പിറ്റേ ദിവസം മൺകട്ട കെട്ടിയ ആ മുറിക്കകത്ത് മുഴുവൻ പായ് ഇടിച്ചു. ചാണകം മെഴിയ വീടായിരുന്നു. അവിടെ പായ് ഇടിച്ച് 9 മണി ആയപ്പോൾ ദൈവം എന്നെ അറിയിച്ചതുപോലെ 30 പേര് കയറി വന്നു. 30 പേര് കയറി വന്ന് അവരെ ഞാൻ കണ്ട ദർശന സമയത്ത് തന്നെ അവരും ഒരു ദർശനം കണ്ടു. ആ ദർശനം ചുണ്ടക്കാട്ടിൽ ബേബിച്ചൻ്റെ വീട്ടിൽ ഒരു സുവിശേഷകൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ദർശനം കണ്ട് 30 പേര് കയറി വന്നു. കൃപയാൽ ആ 30 പേരും സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ അനേക ശുശ്രൂഷയിലെ അനുഭവങ്ങളുണ്ട്. 3 വർഷമായി ഞങ്ങൾ 350 പേര് ഹോളി ട്രിനിറ്റി ബൈബിൾ കോളേജുമായി ചേർന്ന് പരസ്യയോഗങ്ങളും സുവിശേഷ റാലിയും നടത്തുവാൻ ദൈവം സഹായിച്ചു. അനേക ആളുകൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. കൃപയാൽ അമേരിക്കയിൽ ചെന്ന് ചിക്കാഗോ പട്ടണത്തിൽ 2 പരസ്യയോഗം, അതുപോലെ ന്യൂയോർക്കിൽ ഒരു പരസ്യയോഗം നടത്താൻ അഡോണായി മിനിസ്ട്രിയിലെ കുറച്ച് പേർക്ക് ദൈവം സഹായിച്ചു. അത് വളരെ സന്തോഷമായിരുന്നു. 8 പേര് ചിക്കാഗോയിൽ പരസ്യയോഗത്തിൽ കൂടി രക്ഷിക്കപ്പെട്ടു. ന്യൂയോർക്കിൽ 2 പേര് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ 8 × 2 10 പേര്. ചിക്കാഗോയിൽ ഒരു കൗൺസിലറാണ് രക്ഷിക്കപ്പെട്ടത്. അത് പരസ്യയോഗം കേട്ട് രക്ഷിക്കപ്പെട്ടതാണ്. ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങൾ വ്യക്തിപരമായ സുവിശേഷം അറിയിച്ചു. അങ്ങനെയും ദൈവം ഒരത്ഭുതങ്ങൾ ചെയ്തു. അഡോണായി മിനിസ്ട്രി എവിടെ പോയാലും അവിടെ മെയിൻ നടത്തുന്നത് സുവിശേഷീകരണമാണ് എന്നുള്ളത് സന്തോഷത്തോടെ ഓർപ്പിക്കുന്നു. തൃശ്ശൂർ വരെ ഞങ്ങൾ 7:45 രാവിലെ എത്തി. 7:45 8 മണിക്കുള്ളിൽ ഞങ്ങളെ വിളിക്കുന്ന സഭകളിൽ ഞങ്ങൾ ചെല്ലും. ഒരു 10, 8, 9, 10 പരസ്യയോഗങ്ങൾക്ക് നടത്തി. ഉച്ച കഴിഞ്ഞ് ആ സഭയെ വന്ന് രക്ഷിക്കപ്പെട്ടവരുടേതായ ലിസ്റ്റും കൊടുത്ത് ഒരു ഫയർ മീറ്റിംഗ് നടത്തി. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ 10 വാഹനങ്ങളിലായിട്ട് സഞ്ചരിച്ച് മടങ്ങി വരുന്ന പതിവാണ് ഉള്ളത്. ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാലേപുരം LPC ശാലേം സഭയും അഡോണായി ഗോസ്ബൽ മിനിസ്ട്രിയും സംയുക്തമായി നടത്തുന്ന ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്രയുടെ ആരംഭ സമയം
വിദ്വാൻമാർക്കും വിദ്യാവിഹീനർക്കും ഗ്രഹിക്കത്തക്ക അർത്ഥസമ്പുഷ്ടമായ ഉപദേശാശയങ്ങൾ നിർലോഭം കോരിച്ചൊരിയും പരമാധുര്യ ചറുവിത ചറുവണ ആത്മപ്രചോദിത മർമ്മസ്പൃക്കുകളായ ധ്യാനാനന്ദ ആത്മശക്തി തൊട്ടറിയും തേനിലും തേൻകട്ടയിലും ആയിരമായിരം പൊൻവെള്ളി നാണ്യ മമ മാധുര്യ നിക്ഷേപ ജീവൻ പ്രദാനം ചെയ്യും ജീവിത തഴച്ചനുദിനം വളരും പുതുചലന കനകദീപമാം പ്രഭയേറും ആഴത്തിൽ വേരുറയ്ക്കാം പരമകോടി നവരത്ന ഖനിയതിലും വിലനീര പരമസുരരസാസ്വാല സ്ഫോട പഞ്ചിതമാകാം ബലം ഒഴിക്കും വചനദ്വാര രഞ്ജിത വേദം ഈ സ്ഥലത്തു പ്രഘോഷിക്കുവാൻ ഗോസ്ബൽ മിനിസ്ട്രിയെ ക്ഷണിച്ച ശാലേംപുരം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കർത്താവിൽ ബഹുമാന്യ ദൈവഭൃത്യൻ ബാബുക്കെ ചാക്കോ ദൈവഭൃത്യൻ അവരുടെയും എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹവേ ശബല. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷയുടെ പേരിൽ ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പും കളിച്ച് ദൈവനാമം ദുഷിപ്പിക്കുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല. കാരണം അവരുടെ കണ്ണ് ദൈവരാജ്യം പ്രസംഗിക്കുന്നതിലല്ല, പണത്തിലും സമ്പത്തിലുമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെയും നന്ദി, നമസ്കാരം.